ആന്റി, ആ പെണ്ണിവിടെ നോക്കി നിന്നിട്ട് ഞങ്ങൾക്കൊക്കെ വയറുവേദന എടുക്കോ? ഞാൻ നോക്കുന്നില്ല ഡുണ്ടു, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നിന്നോളാം. ആ, നിങ്ങൾക്ക് എങ്ങാനും വയറുവേദന വരട്ടെ, അപ്പൊ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ടാവളെ. മമ്മി, നമുക്ക് ഈ മുത്തിനെ ഇവിടെ വല്ല ജോലിക്ക് നിർത്തിയാലോ? ഹോ, ആ ജന്തുവിനൊന്നും ആർക്കും വേണ്ടി വരില്ല. ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ തന്നെ പറഞ്ഞു വിടും. അതെ അതെ, ഇവളുടെ ഈ മുയക്കി കെട്ടി മുഖം കണ്ടാലേ ആർക്കായാലും ഇഷ്ടപ്പെടില്ല, അല്ലേ മമ്മി? മതി മക്കളെ, പെട്ടെന്നാവട്ടെ, പിന്നെ സംസാരിച്ചോണ്ട് നിക്കാം. എന്റെ മക്കൾക്ക് വിശക്കും. മണിക്കുട്ടി, എന്താ മണിക്കുട്ടി, അവൾക്കിട്ടൊരു പണി ഞാൻ കൊടുക്കാൻ പോവുകയാണ്. എന്ത് പണിയാടുണ്ടോ? നീ നോക്ക്, ഇപ്പൊ കാണിച്ചു കൊടുക്കാം. അവൾ അങ്ങനെ അവിടെ വെറുതെ നിന്ന് കാഴ്ചകൾ കാണണ്ട. അവൾക്ക് എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കണ്ടേ? വേണം വേണം. വീട്ടിലെത്തിയാലേ അവൾക്ക് ജോലി കിട്ടുള്ളൂ. ഇവിടെ ആവുമ്പോ നമ്മുടെ പിറകെ വെറുതെ നടക്കല്ലേ അവളുടെ പണി. അതെ, അവൾ ഇങ്ങനെ സഹിക്കുന്നത് കണ്ടിട്ടേ എനിക്കൊട്ടും പിടിക്കുന്നില്ല. മക്കളെ, പിന്നെ സംസാരിച്ചോണ്ട് നിക്കാം. പെട്ടെന്ന് കഴിക്ക് മക്കളെ. ആന്റി, ഞങ്ങൾ കഴിക്കാണല്ലോ. ഞങ്ങളുടെ വായിൽ നിറയെ ഫുഡാ. അതൊന്ന് കഴിഞ്ഞിട്ട് വേണ്ട അടുത്തത് വായിലിടാൻ. മണിക്കുട്ടി, റെഡി ആയിക്കോ. ആന്റി, അവളുടെ വെള്ളമൊക്കെ ഒന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു തരാൻ പറ. അവളെന്താ അവളെ പെണ്ണ് കാണാൻ വന്ന മാതിരി അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നത്? അത് ശരിയാണല്ലോ. ഇവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാ എടുത്തു കൊടുക്കടി. ഞാൻ എടുത്തു കൊടുത്തോളാം ചെറിയമ്മേ. ഈ നാശം പിടിച്ച പെണ്ണ് എന്നെ ചെറിയമ്മേന്ന് വിളിക്കുമ്പോ എന്റെ തല ചൊറിഞ്ഞു വരുന്നു. അതെ ആന്റി, അവളുടെ വിളി കേട്ടതൊന്നും വല്ല പിച്ചക്കാരിയും വിളിക്കുകയാണെന്ന്. നിന്നോട് എന്താടി ഞാൻ ഇനിയും പറയണോ? വന്നിട്ട് ഈ കുട്ടികൾക്കൊക്കെ വെള്ളം എടുത്തു കൊടുക്കുന്നേ. അവരുടെ തൊണ്ടയെ കുടുങ്ങത്തില്ലേ വെള്ളം ഇല്ലാതെ ഭക്ഷണം കഴിച്ചാലേ. മണിക്കുട്ടി, ഇതാ പിടിച്ചോ. നോക്ക് മമ്മി, അവൾ ഇവിടെ നിന്ന് എന്റെ കയ്യിൽ തരാ. അവളോടെ ഈ ടേബിളിൽ കൊണ്ടുവന്ന് വെക്കാൻ പറയ്. ശരിയാണല്ലോ. നിനക്കെന്താ, നീ അവിടെ ഉറച്ചു പോയോ? നിനക്കെന്താ നടക്കാനൊന്നും വയ്യേ? ഞാൻ നടന്നോളാം. ഇതാ മണിക്കുട്ടി, ഈ ടേബിളിൽ വെക്കട്ടെ. മുത്ത്, എന്താ മണിക്കുട്ടി?
ആ എന്നാ തുടങ്ങിക്കോ, ഞാൻ റെഡി. നിന്റെ സ്ഥിരം പാട്ട്. നിങ്ങൾ ഒറ്റ ഒരുത്തനാ ആ പെണ്ണിനെ വഷളാക്കുന്നത്. 10-20 വയസ്സായ പെണ്ണാണെന്ന ഒരു ചിന്തയുമില്ല. ഇതൊക്കെയല്ലേ എന്നും ഈ ഡയലോഗ് കേട്ട് കേട്ട്. ഇപ്പൊ നിന്റെ വായിന്ന് കേട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അന്നത്തെ ദിവസം. അത് നീ പേടിക്കണ്ട, എന്റെ മോള് തോറ്റു വരത്തൊന്നുമില്ല. അവൾക്ക് വീട്ടമ്മ പദവിയും അലങ്കരിച്ചുകൊണ്ട് കുത്തിയിരിക്കുന്ന നിന്റെ ബുദ്ധിയല്ല കിട്ടിയിരിക്കുന്നത്, എന്റെ ബുദ്ധിയാ. ഇവിടെ പറഞ്ഞത് മുഴുവനും കേട്ടില്ലെങ്കിലും കേട്ടത് വെച്ച് ഇതിരുന്ന് സംസാരിക്കാനുള്ള ഒരു ടോപ്പിക്കാണെന്ന് മനസ്സിലായി. എന്റെ സമയക്കുറവ് കാരണം ഞാൻ ഈ ചർച്ച വൈകിട്ടത്തേക്ക് മാറ്റി വെച്ചേക്കുവാട്ടോ. നമുക്ക് വൈകിട്ട് കാണാം, ഈ ടോപ്പിക്കും ചർച്ച ചെയ്യാം. അതുവരേക്കും രണ്ടുപേർക്കും വണക്കം. ശിവാനി, ഒന്നും കഴിക്കാതെയാണോ നീ പോകുന്നത്? എന്റെ പൊന്നമ്മേ, ഈ തടി കണ്ടില്ലേ, ഇതൊന്ന് കുറക്കണം. അതിലിപ്പോ നീ എവിടെ തടി? നീ വലിയ തടിയൊന്നുമില്ലല്ലോ. ഈ മറുപടി അമ്മ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ അമ്മമാരുടെ മറുപടിയാണ്. ഇനി ഈ ഡയലോഗ് പറഞ്ഞ് അമ്മ എന്നെ തളർത്താൻ നോക്കണ്ട. ഞാനേ ഇടയ്ക്ക് ഫാസ്റ്റിംഗിലാണ്. വൈകിട്ട് 4 കഴിയാതെ വെള്ളമല്ലാതെ ഒന്നും കുടിക്കില്ല, കഴിക്കില്ല. ശിവാനി, ഭക്ഷണം കഴിക്കാതിരുന്നാലേ വല്ല അസുഖം പിടിപെടും. ബാലു, നീ കേൾക്കുന്നില്ലേ ഇവൾ പറയുന്നത്? കേട്ടു കേട്ടു. അവളെ ചെറിയ കൊച്ചൊന്നും അല്ലല്ലോ, അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോട്ടെ. അതാണ് എന്റെ അച്ഛൻ. അമ്മ എന്റെ അച്ഛനെ കണ്ടു പഠിക്ക്. അപ്പൊ ശരി, ഞാൻ പോട്ടെ. ഇനി നിന്നാലേ ബസ് കിട്ടൂല. ബസ്സിലൊക്കെ നല്ല തിരക്കാവില്ലേ മോളെ? നിന്നെ അച്ഛൻ പോകുമ്പോഴേ കോളേജിന്റെ മുന്നിൽ ഡ്രോപ്പ് ചെയ്താ പോരെ? എന്റെ അച്ഛനെ ഡ്രോപ്പ് ചെയ്യുമ്പോഴേക്കും ആദ്യത്തെ പീരീഡ് കഴിഞ്ഞിട്ടുണ്ടാവും. അല്പം നിരക്ക് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ഞാൻ ബസ്സിൽ തന്നെ പോയിക്കോളാം. എന്ന് ശരി. എന്തിനാ ചെറിയ